നമ്മുടെ ഇന്നത്തെ അതിഥിയെ പരിചയപ്പെടുത്താം. പേര് അജ്മിയാണ് പേര്. അജ്മി ഒരു വെറൈറ്റി പേരാണോ സംശയം? ഓക്കെ, എവിടെയാണ് കറക്റ്റ് സ്ഥലം വരുന്നത്? എൻ്റെ സ്ഥലം വരുന്നത് തൃശ്ശൂർ കൊടുങ്ങല്ലൂർ ഭാഗത്താണ്. ഓക്കെ ഓക്കെ. ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാനിപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് കംപ്ലീറ്റ് ചെയ്തു. എക്സാം കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഞാൻ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ജർമ്മനിൽ എൻ്റെ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ വേണ്ടി വെയിറ്റ്. തുടർ പഠനം ജർമ്മനിയിലാണ്. അതെ. അപ്പോൾ ഏതായിരുന്നാലും ജർമ്മനിയിലേക്ക് നമ്മൾ കുറേ കുട്ടികളെ കേട്ടിട്ടുണ്ട്, കുറേ ആളുകളെ കേട്ടിട്ടുണ്ട്. ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടി അതിൻ്റെ ട്രെയിനിങ്ങും പ്രോഗ്രാംസുകളെല്ലാം അവസാനിച്ച് നിൽക്കുന്ന, അതിന് തയ്യാറായി നിൽക്കുന്ന ഒരാളെയാണ് നമുക്കിന്ന് അതിഥിയായി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ ജർമ്മനിയിലേക്ക് പോകാൻ, എന്തൊക്കെ വഴികളാണ് സ്വീകരിച്ച്, എവിടെയാണ് പഠിച്ചത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ അതിഥിയുമായി ഡിസ്കഷൻ നടത്താം. +2 പഠനം കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ വേണ്ട +2 പഠിക്കുന്ന സമയത്ത് എന്തായിരുന്നു ഫ്യൂച്ചറിനെ കുറിച്ചുള്ളൊരു ഡിസിഷൻ? +2 പഠിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഡിസിഷനൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് എല്ലാവരും പോലെ തന്നെ ഒരു മെജോറിറ്റി ഓഫ് പീപ്പിൾസിനെ പോലെ +1 കഴിയുക, +2 കഴിയുക, പിന്നെ നമ്മൾ കരിയർ ഇപ്പോൾ ലാസ്റ്റിൽ റിസൾട്ടിൻ്റെ ടൈമിൽ നോക്കാന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ എങ്ങനെയാണ് ജർമ്മൻ എന്നുള്ളൊരു ചിന്ത വന്നത്? പിന്നെ ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു വർഷം എൻട്രൻസ് കോച്ചിങ്ങിന് പോയിരുന്നു. അപ്പോൾ അത് ഫ്ലോപ്പ് ആയപ്പോൾ എനിക്ക് അപ്പോഴും +2 പഠിക്കുന്ന സമയത്ത് ജർമ്മൻ ലാംഗ്വേജ്, ജർമ്മനി, സത്യം പറഞ്ഞാൽ ജർമ്മനിനെ കുറിച്ച് പോലും എനിക്ക് അങ്ങനെ നോളജ് ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയോ ഇൻസ്റ്റാ ത്രൂ ഞാനിങ്ങനെ റീൽസൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടു, വിഡാക്റ്റ ഇന്ത്യ, കുന്നംകുളത്ത് അടുത്ത് തന്നെയാണ്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് 2 ദിവസത്തിനുള്ളിൽ എനിക്കിങ്ങനെ അവർ തിരിച്ച് കോണ്ടാക്ട് ചെയ്തു. പിന്നെ അവരിങ്ങനെ ജർമ്മനിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. പിന്നെ അതിൽ ഇത്രയും പെട്ടെന്ന്, അതായത് അന്ന് +2 കഴിഞ്ഞിട്ട് ഇതിലേക്ക് എൻക്വയറി ചെയ്യുമ്പോൾ ഇത്രയും പെട്ടെന്ന് ജർമ്മനിയിലേക്ക് പോകാനുള്ള ഒരു തീരുമാനം ഉണ്ടാകും എന്നൊക്കെ വിചാരിച്ചിരുന്നു? ഇല്ല, ഞാൻ വിചാരിച്ചിട്ടില്ല, ഒരിക്കലും വിചാരിച്ചില്ല. കാരണം എൻ്റെ ഫ്രണ്ട്സ് വരെ ജർമ്മൻ ലാംഗ്വേജിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ പോലും ഞാൻ അവിടെ മാറിയിരിക്കും. എനിക്ക് പോലും അറിയില്ല ജർമ്മൻ ലാംഗ്വേജ്. ഓക്കെ, ആ ടൈമിൽ ഞാൻ വിചാരിച്ചിരുന്നില്ല ഇങ്ങനെ ലാംഗ്വേജ് പഠിച്ചിട്ട് പോവാം, കാരണം ഫിനാൻഷ്യലി അത്ര ഇതല്ലായിരുന്നു. പിന്നെ ആ ഫ്രണ്ട്സൊക്കെ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. പക്ഷെ എനിക്ക് ഇവിടെ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ഇതായി സെറ്റായി ഇപ്പോൾ പോകാനുള്ള അവസ്ഥയിലെത്തി. അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു സിറ്റുവേഷൻ? അത് വിഡാക്റ്റ എത്രമാത്രം അതിന് എന്നെ വിഡാക്റ്റയിൽ നിന്ന് ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ മിസ്സാണ്, പ്രൊജക്റ്റ് കോർഡിനേറ്ററാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പോൾ വിളിച്ചിട്ട് ഇങ്ങനെ സാറിനെ വന്ന് മീറ്റ് ചെയ്യാം, ഡയറക്ടറെ വന്ന് മീറ്റ് ചെയ്യാം, നമുക്ക് സംസാരിച്ചിട്ട് നോക്കാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ വന്നു, ഡയറക്ടേഴ്സിനെ മീറ്റ് ചെയ്തു. അവർ നല്ല 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 രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തു. എന്തായിരുന്നു അവിടുത്തെ അനുഭവം? പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഒരു കോളേജ് സ്റ്റൈലൊന്നും ആവില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുക. കാരണം ലാംഗ്വേജ് സെൻറ്റർ ആകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു ജസ്റ്റ് ഒരു ക്ലാസ് റൂം. അതായിരുന്നു, അത് എൻജോയ് ചെയ്യാൻ പറ്റിയിരുന്നു? എങ്ങനെയാണ്? സത്യം പറഞ്ഞാൽ ഒരു ലാംഗ്വേജ് എന്നൊക്കെ പറയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സാധാ ഒരു ക്യാമ്പസ് ഒന്നും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല, സാർ പറഞ്ഞ പോലെ. പക്ഷേ ഇവിടെ വന്നപ്പോൾ ശരിക്കും ഞാൻ ഇതായിപ്പോയി. നമുക്കൊരു നല്ലൊരു ക്യാമ്പസ് ഉണ്ട്, നമ്മളൊരു ക്യാമ്പസ് ലൈഫ് എന്ന് വെച്ചാൽ +2 കഴിഞ്ഞിട്ട് എനിക്കൊരു ക്യാമ്പസ് ലൈഫ് കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ പിന്നീട് ഇവിടെ ലാംഗ്വേജിന് കയറിയപ്പോഴാണ് എനിക്കൊരു നല്ല ക്യാമ്പസ് ലൈഫ് കിട്ടി. നമുക്ക് നല്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്യാമ്പസാണ്. സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷോ ഹിന്ദി പോലെയല്ല, ഇത് നമ്മൾ ആക്ച്വലി ഒരു കണക്ഷനും ഇല്ല ഈ ജർമ്മൻ ലാംഗ്വേജ് ആയിട്ട്. അപ്പോൾ ഫസ്റ്റ് മുതൽ തുടങ്ങുകയാണ്, ഐ മീൻ എ മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അത് പ്രയാസം ഉണ്ടായിരുന്നു. അതായത് ഞാൻ ചോദിച്ചതിൻ്റെ ഉദ്ദേശം, സാധാരണ ഒരു +2 കഴിഞ്ഞ കുട്ടിക്ക് ഇത് പഠിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ലാംഗ്വേജ് നമുക്ക് എല്ലാവർക്കും പറ്റും, പക്ഷെ നമ്മളെപ്പോഴും ലാംഗ്വേജ് പഠിക്കുന്നത് ചെറുപ്പത്തിലേ നമ്മൾ ഇതാക്കി വരുന്നതാണ് ലാംഗ്വേജ് എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ എനിക്ക് ഇതേപോലെ വെറീഡായിരുന്നു. ഞാനിപ്പോൾ ഹിന്ദി തന്നെ എനിക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയില്ല, പിന്നെ ലാംഗ്വേജ് മലയാളം ഇംഗ്ലീഷ് മാത്രം. അപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് എനിക്ക് എപ്പോഴും ഞാൻ വണ്ടറായിരുന്നുള്ളൂ, എനിക്കിത് പറ്റുമോ, എനിക്കിത് ക്യാച്ച് ചെയ്യാൻ പറ്റുമോ. കാരണം എപ്പോഴും എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു വലിയൊരു സംഭവം എന്നുള്ള രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ ഞാനിവിടെ എത്തി ക്യാമ്പസിൽ ഇവിടുത്തെ ടീച്ചേഴ്സ്, ഫാക്കൽറ്റീസ് എല്ലാവരും നമുക്ക് നല്ല സപ്പോർട്ടീവ് ആണ്. നമുക്ക് എപ്പോഴും ടീച്ചേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്. അവരെപ്പോഴും നമ്മുടെ ഹോസ്റ്റലിൽ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് മെയിൽ ടീച്ചേഴ്സ് ആണെങ്കിൽ ഹോസ്റ്റലിൽ ബോയ്സിൻ്റെ അടുത്തും ഗേൾസിൻ്റെ അടുത്ത് ടീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് സമയത്ത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഡൗട്ട് വന്നാലും ഇതാക്കിയാലും നമ്മൾ നേരെ പോകുന്നത് ഇവിടെ എടുത്താൽ. ഇവരാണെങ്കിൽ നമ്മൾ അത്രയും ഒരിക്കലും നമ്മൾ ടീച്ചർ കുട്ടി എന്നുള്ള ബന്ധമല്ല, ശരിക്കും നമ്മളൊരു ഫ്രണ്ട്ലി, അത്രയും ഏജസ് ആണെങ്കിലും അവർക്ക് ഏജ് അങ്ങനെയുള്ളൂ. അത് വളരെ നന്നായിട്ട്. പിന്നെ മറ്റൊന്ന് കൂടെ കേട്ടു, ഈ വിഡാക്റ്റയിൽ പൊതുവേ ഈ ലാസ്റ്റ് ടൈം ആകുമ്പോഴേക്ക് കൂടുതൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഫോറിനേഴ്സിനെ
കൊണ്ടുവരാറുണ്ടെന്ന്. അത് എത്രമാത്രം ശരിയായിരുന്നു? ഫോറിനേഴ്സിന് കിട്ടിയോ നിങ്ങൾക്ക്? അതെ, കിട്ടിയിരുന്നു. കാരണം അതെനിക്കൊരു വലിയൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞങ്ങൾ B1 കഴിഞ്ഞ് B2 എങ്ങനെ 1-2 ദിവസമാണോ, ചെറിയ മീറ്റിംഗ് എങ്ങനെയാണ് അവരോടായിട്ട് ഉണ്ടാകുന്നത്? ഇല്ല, അവര് നമുക്ക് B1 കഴിഞ്ഞ് കഴിഞ്ഞാൽ B2 ത്രൂ ലൈക്ക് എ ഫുൾ ടൈം ടീച്ചർ? ഫുൾ ടൈം ടീച്ചർ എന്നുള്ള രീതിയിൽ നമുക്ക് അത് ഗുണകരമായിരുന്നു നിങ്ങൾക്ക്? ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു ഇതായിരുന്നു, നമുക്ക് നല്ലൊരു പ്രിവിലേജ് ആയിരുന്നു ഒരു ജർമ്മൻ ഫാക്കൽറ്റി ഉണ്ടായിരുന്നത്. അതാവും മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വിഡാക്റ്റ് വ്യത്യസ്തപ്പെടുന്നത്. അതെനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ പിന്നെ ലാസ്റ്റ് ടൈമിൽ നിന്റെ എക്സാം പൊതുവേ ഒരു വിദേശിയെ കാണുമ്പോൾ ആ പ്രയാസങ്ങളൊക്കെ ഇതിൽ തീർന്നു. അതെ, കാരണം നമ്മൾക്ക് ഒരിക്കലും പുറത്തു നിന്ന് വരുന്നൊരു ജർമ്മൻ അല്ലെങ്കിൽ വേറൊരു ആളെന്നുള്ള രീതിയിലല്ല, നമ്മുടെ ഇവിടെ ഉള്ള ടീച്ചേഴ്സിനെ പോലെ തന്നെ അത്രയും നമ്മളെ കെയർ ചെയ്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ ജഡ്ജ് ചെയ്യില്ല അവരൊരിക്കലും. നമുക്ക് പറയാനുള്ളത് നമുക്ക് അവരോട് തുറന്ന് പറയാം. സോ അവർ നമ്മളെ അത്രയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എക്സാമിൽ നമുക്ക് ഒരിക്കലും ടെൻഷനിലാണ് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മെയിൻ റീസൺ ഈ ജർമ്മൻ ഫാക്കൽറ്റീസ് ആണ്. കൂടെയുള്ള കുട്ടികളൊക്കെ എങ്ങനെയായിരുന്നു? അവരൊക്കെ ഇതുപോലെ എക്സാം കംപ്ലീറ്റ് ചെയ്തോ? എൻ്റെ കൂടെ ഉള്ള ഒരു 70% ഓഫ് സ്റ്റുഡൻസും കംപ്ലീറ്റ് ചെയ്തു. 70% ആണ്, ബാക്കി 30% എന്ത് ചെയ്തിട്ടുണ്ടാവും? 30%-ൽ ഇവര് കുറച്ച് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാല് നമുക്ക് അറിയാലോ, ഓരോരുത്തർക്കും ഓരോ കപ്പാസിറ്റി. അവര് നിർത്തിപ്പോയോ? ഇല്ല, അവരിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഓൾറെഡി അതിനുള്ള ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. അവര് ഓൾറെഡി നമുക്ക് ഇപ്പോ 1-2 മൊഡ്യൂളെ പോയിട്ടുള്ളൂ. അപ്പോ നമുക്ക് 4 മൊഡ്യൂൾ. ഏത് എക്സാം ആണ് എഴുതിയത്? ഞാൻ എഴുതിയ OSD ആയിരുന്നു. അതുകൊണ്ടുണ്ടായ ഗുണം എന്താണ്? എനിക്ക് എപ്പോഴും തോന്നുന്നത്, ഞാൻ ഇപ്പോൾ വിഡാക്റ്റ് ഇന്ത്യ പഠിച്ചതുകൊണ്ട് വിഡാക്റ്റ് ജർമ്മനിലോട്ട് എപ്പോഴും അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന OSD എന്നുള്ള പാറ്റേൺ തന്നെയായിരുന്നു. പിന്നെ നമുക്ക് മറ്റ് എക്സാം എഴുതുന്നതിനുള്ള ചാൻസുകൾ അവിടെ കൊടുക്കുന്നുണ്ടോ? ഉണ്ട്. നമുക്ക് OSD, ടെൽക്ക്, പിന്നെ ഗോയിത്തെ, അതൊക്കെ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സാം ട്രെയിനിങ് ഒക്കെ നമുക്ക് തരുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ തുടക്കത്തിൽ ചോദിച്ചൊന്നും സംശയമുണ്ട്. നമ്മൾ പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പൊതുവെ ഈ ജർമ്മനിയിലേക്ക് പോകാനുള്ള കുട്ടികൾ എക്സാം എഴുതി കഴിഞ്ഞാലും കുറേ മാസങ്ങൾ കാത്തിരിക്കാറുണ്ട്. പക്ഷേ ഇതെല്ലാം എങ്ങനെ ഇത്ര പെട്ടെന്ന് അവസാനിച്ചത്? അതായത് കോഴ്സ് തുടങ്ങുന്നു, വിത്തിൻ 3 months എല്ലാം ക്ലിയർ ആകുന്നു. അതെന്താണ് അതിൻ്റെ കാരണം? അത് മെയിൻ അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ജർമ്മനിയിൽ വിഡാക്റ്റ് ഇന്ത്യ ടു വിഡാക്റ്റ് ജർമ്മനി എന്നൊരു കോൺസെപ്റ്റാണ്. സോ ഡയറക്റ്റ് ജർമ്മനിന്ന് അവർ കോണ്ടാക്ട് മീൻസ് അവർ ചെയ്യുന്ന ഒരു ഇതുള്ളതുകൊണ്ട്, അതായത് ഈ വിഡാക്റ്റ് തന്നെ ജർമ്മനിയിലുണ്ട്, അതെ, അവർ ഇന്റർവ്യൂ ചെയ്യുന്നു. അതുകൊണ്ട് പിന്നെ നേരെ നമുക്ക് അതിന്റെ ക്യാമ്പസുകൾ ഡയറക്റ്റ് കിട്ടുന്നു. മറ്റുള്ളവരാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തെരഞ്ഞു നടക്കേണ്ട അവര് പെട്ടെന്ന് തന്നെ വിഡാക്റ്റയിൽ പഠിച്ചു എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ജർമ്മനിയിലേക്ക് പോകുമ്പോൾ അതിന്റെ ബാക്കി സപ്പോർട്ടിങ് ഒക്കെ വിഡാക്റ്റ് ചെയ്യുന്നുണ്ടോ? എല്ലാം ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ അക്കോമഡേഷൻ മുതൽ എൻ്റെ അവിടുത്തെ കോൺട്രാക്ട് കിട്ടുന്ന വരെ ത്രൂ ഔട്ട് വിസ പ്രോസസ്സ് കഴിഞ്ഞു. ഇപ്പം ഞാൻ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് ആ ഒരു സമയം വരെ വിഡാക്റ്റ് എന്നെ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ വഴിയാണ് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം നെക്സ്റ്റ് ഒരു ടീമിനെ ഇങ്ങോട്ട് ഈ വിഡാക്റ്റിയിലേക്ക് സജസ്റ്റ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ എന്താണ് അവരോട് പറയാൻ കഴിയുക? എനിക്ക് അവരോട് പറയാനുള്ളത്, പഠിക്കാൻ മനസ്സുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ജർമ്മനിയിൽ ഒരു നല്ലൊരു ഫ്യൂച്ചർ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിഡാക്റ്റ് ഇന്ത്യ എത്രയോ ബെറ്റർ ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ത്രൂ ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് വിഡാക്റ്റ് ഇന്ത്യനെ ട്രസ്റ്റ് ചെയ്യാം. അവർ നമ്മുടെ കൂടെ ആ ഒരു ടൈം മുഴുവൻ നമ്മൾ ക്ലാസ് A1 സ്റ്റാർട്ട് ചെയ്ത് വിസ കഴിയുന്ന മീൻസ് വിസ കിട്ടി നമ്മൾ ജർമ്മനിയിൽ എത്തി കഴിഞ്ഞിട്ട് പിന്നെ വിഡാക്റ്റ് ജർമ്മനിയാണ്. ഉണ്ട്. അപ്പോൾ അതുവരെ നമ്മളെ ഫുൾ സപ്പോർട്ട് ചെയ്യാനും കാര്യങ്ങളും ഡയറക്ടേഴ്സ് ആണെങ്കിലും ഫാക്കൽറ്റീസ് ആണെങ്കിലും പിന്നെ നമ്മുടെ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സ് എല്ലാവരും മൊത്തത്തിൽ സപ്പോർട്ട് ആയതുകൊണ്ട് നമ്മൾ ഒരു ഏതായിരുന്നാലും ഈ ഒരു വിഡാക്റ്റിയിൽ വന്ന സമയം ഒരു നല്ല എക്സ്പീരിയൻസ് മാത്രമാണ് കിട്ടിയത്. ഫാമിലി എല്ലാം സപ്പോർട്ട് ചെയ്തു? സപ്പോർട്ടാണ്. ഫാമിലിയിലും അവർക്കും വലിയ കാര്യമാണ്. വിഡാക്റ്റയിൽ വന്ന് ചേർന്നുകൊണ്ട് അവരെപ്പോഴും പറയും, നിന്റെ ലൈഫ് അത്രയും സേവ് ചെയ്തിട്ടുണ്ട്. മീൻസ് ഞാൻ ഈ വിഡാക്റ്റയിൽ ചേരുന്നതിന് മുമ്പ് ഡിഗ്രി കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നതായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ എത്തി. സോ അതിന് ഞാൻ വിഡാക്റ്റിക്ക് താങ്ക് യു പറയുന്നുണ്ട്.